ഹായ് ഓൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. സന്തോഷ വർത്തമാനവുമായിട്ട് വന്നിരിക്കുന്നത് ഈ വർഷത്തെ മൂന്നാമത്തെ എക്സാം. അങ്ങനെ നമ്മുടെ പോരാട്ട വീര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ IPS PO കഴിഞ്ഞ് ഇതാ അവതരിക്കുന്നു. IPS ക്ലർക്ക് 2027-28 വേക്കൻസികളിലേക്കുള്ള ഇത് വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, IPS പല ബാങ്കുകൾ അടങ്ങുന്നതാണ്. അവരുടെ വേക്കൻസികൾ IPS ക്ലർക്ക് ആകുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആണ്, PO പോലെയല്ല. സ്റ്റേറ്റിൽ ഇത്ര വേക്കൻസികളാണ് വിളിക്കുന്നത്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ വർഷത്തെ ഇത് വിളിച്ചിട്ടുണ്ട്. 11,403 വേക്കൻസിയാണ്. ആവശ്യത്തിന് വേക്കൻസി ഉണ്ട്, പക്ഷേ നിങ്ങളുടെ സ്റ്റേറ്റിൽ വേക്കൻസി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അതിലേക്ക്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് അതിൻ്റെ സൈറ്റിൻ്റെ PDF. നേരെ നമുക്ക് കാണാം എന്തൊക്കെയാണത്. വേക്കൻസീസ് ഓഫ് 2027-28. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമുക്ക് വേണ്ട ഡീറ്റെയിൽസിലേക്ക് മാത്രം നമുക്ക് കിടക്കാം. ഇതാണ് നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ്. എന്താണ് നിങ്ങൾക്കുള്ള ഇത്? ഡേറ്റുകൾ എന്നാണ്? 1-ാം തീയതി അപ്ലൈ ചെയ്തു തുടങ്ങാം. അതായത് ഓഗസ്റ്റ് 1 തൊട്ട് 21, ഓഗസ്റ്റ് 21 വരെ അപ്ലൈ ചെയ്യാം. ഫീസും അത് തന്നെ. അത് കഴിഞ്ഞ് 2 ദിവസം രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യും. എഡിറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യും. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. പേരൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലാത്ത കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് PDF-ലുണ്ട്. സൂക്ഷിച്ച് മാത്രം ആപ്ലിക്കേഷൻ ചെയ്യുക. ദെൻ നിങ്ങൾക്കറിയാം, ഒക്ടോബറിലേക്കാണ് ഇതിൻ്റെ പ്രിലിംസ് വരുന്നത്. ഒക്ടോബർ 10-11 അവർ ഡേറ്റ് ഇട്ടിട്ടില്ല, എന്നാലും ഒക്ടോബർ 10-11 നിങ്ങളുടെ പ്രിലിംസ് വരുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ 2 ഇതായിട്ടാണ്. പ്രിലിംസും മെയിൻസും മാത്രമായിരിക്കും നിങ്ങൾക്കുള്ളത്. PO പോലെ ഇൻ്റർവ്യൂ ഇല്ല. പ്രിലിംസ് ഒക്ടോബറിലും പിന്നെ അതിൻ്റെ നവംബറിൽ അതിൻ്റെ ഇതൊക്കെ വന്നിട്ട് ഡിസംബർ അവസാനത്തേക്ക്, ഡിസംബർ 27 ആണെന്ന് തോന്നുന്നു ഡേറ്റ്. ഡിസംബർ അവസാനത്തേക്കാണ് ഇതിൻ്റെ മെയിൻസ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് മാർച്ചിലേക്ക് മാത്രമായിരിക്കും. മാർച്ച് 2 മാസം കഴിഞ്ഞിട്ട് മാർച്ച് 1-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് വരും. ഇതാണ് നിങ്ങളുടെ ഡേറ്റ്സിൻ്റെ കാര്യങ്ങളിലേക്ക്. നമുക്ക് അടുത്ത വിശേഷം എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് കാര്യങ്ങൾ, അതൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എത്ര, ഏജ് എത്ര, ഇതൊക്കെ നമുക്ക് നോക്കാം. അടുത്ത നിങ്ങൾക്കറിയേണ്ടത് ഏതൊക്കെ ബാങ്കുകളാണ് ഇവിടെ ഇത് ചെയ്ത് വരുന്നതെന്നുള്ളത്. ബാങ്കുകൾ വരുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്കറിയാം. IPS POയ്ക്കുള്ള അതേ ബാങ്കുകളാണ് ഇത് ചെയ്യുന്നത്. SBI ഒഴിച്ച് ബാക്കി ഗവൺമെൻറ് ബാങ്ക്സ് എല്ലാം ഇതിലേക്ക് വരും. അതിലേക്ക് കോമ്പൻസേഷൻ നിങ്ങൾക്കറിയാം, 40,000 സ്റ്റാർട്ടിങ് സാലറി. അതിൻ്റെ ബേസിക് കാര്യങ്ങളും നിങ്ങൾക്ക് കൂടി വരുന്ന കാര്യങ്ങളുമാണ് ഇതിനകത്ത്. ബേസ് തന്നെ ഇത്രയാണ് അതിലേക്ക് വരുന്നത്. സ്റ്റാർട്ടിങ് അത് കൂടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് അലവൻസ് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ 40,000 ഇതിലേക്ക് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ എന്താണ് യോഗ്യത ഇതിൻ്റേത്, ഏജ് വൈസ്, എഡ്യൂക്കേഷൻ വൈസ് എന്തൊക്കെയാണ് യോഗ്യതയെന്ന് നോക്കാം. ഇനി എന്താണ് യോഗ്യതയെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സിറ്റിസണാണ് വേണ്ടത്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ വരുന്നില്ല. ഏജ് നോക്കാം. PO പോലെയല്ല. ഇതിൻ്റെ മിനിമം ഏജ് 20, മാക്സിമം 28 ആകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് 1-ാം തീയതി 28 കഴിഞ്ഞെങ്കിൽ, ഓഗസ്റ്റ് 1-ാം തീയതി 28 കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കുക. നിങ്ങൾക്ക് 20 വയസ്സായില്ലെങ്കിൽ, ഓഗസ്റ്റ് 1-ന് 20 വയസ്സായില്ലെങ്കിൽ, അതിൻ്റെ ഡേറ്റ്സും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ കാസ്റ്റിനുമുള്ള SC STക്ക് 5 ഇയേഴ്സ്, 5 ഇയേഴ്സ് ആൻഡ് OBCക്ക് 3 ഇയേഴ്സ് ആണ് അതിൻ്റെ റിലാക്സേഷൻ. ഇതൊക്കെയാണ് യോഗ്യതകളിലേക്ക്. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. IPS ക്ലർക്കിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പലരും അത് കാണത്തില്ല. കഴിഞ്ഞ വർഷം തൊട്ടത് വളരെ ഇതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഓർക്കുക. കാരണം നിങ്ങളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്ക് പ്രശ്നം വരാം. ഒന്ന്, എനി ഡിഗ്രി, അത് എല്ലായിടത്തും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഫ്രം ദ അംഗീകൃത യൂണിവേഴ്സിറ്റി എന്നുള്ള എനി ഡിഗ്രി ആയിരിക്കണം. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഡിഗ്രി പാസ്സാകുകയും വേണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അതുണ്ടായിരിക്കുകയും വേണം അതിനകത്ത്. ഇനിയും നിങ്ങൾ ഏത് പർട്ടിക്കുലർ സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ കേരളക്കാരാണെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റേറ്റ്, ഇപ്പോൾ ഉദാഹരണം തമിഴ്നാട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 10-ാം ക്ലാസ് വരെ തമിഴ് പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി താഴെ ഏറ്റവും അവസാനത്തേക്ക് നോക്കുക. നിങ്ങൾ നോക്കി, കമ്പ്യൂട്ടർ ലിറ്ററസി ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് മാൻഡേറ്ററി എന്നാണ്. ഇത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളുക. അതായത് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ അത് മാൻഡേറ്ററി അല്ലായിരുന്നു, ഓപ്ഷണലായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നായിരുന്നു. പക്ഷേ അവർ താഴെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾ 10-ാം ക്ലാസ് വരെ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഇൻഫർമേഷൻ ടെക്നോളജി. ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. അത് താഴെ അതിനകത്തുണ്ട്. ഷുഡ് ഹാവ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ലാംഗ്വേജ്, ഷുഡ് ഹാവ് സ്റ്റഡീഡ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഇൻ ഹൈസ്കൂൾ ഓർ കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹൈസ്കൂളിൽ പഠിച്ചാലും മതി,
കോളേജിൽ പഠിച്ചാലും മതി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും മതി. പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്. ഒന്നുകിൽ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അത് കാണണം, ഇല്ലെങ്കിൽ കോളേജ് സർട്ടിഫിക്കറ്റിൽ അത് കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റായി ഇത്ര 20 ദിവസത്തെ കോഴ്സും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അത് ബേസിക് കോഴ്സ് പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇത് പല കുട്ടികളും ശ്രദ്ധിക്കാറില്ല. അത് ഓർത്തോളുക, അതൊരു മാൻഡേറ്ററിയാണ്. സോ ഫീസ് നിങ്ങൾക്കറിയാം, 850 ആപ്ലിക്കേഷൻ ഫീസ്. നമുക്ക് ഇതിൻ്റെ എക്സാം സ്ട്രക്ചറിലേക്ക് നോക്കാം. 2 ഘട്ടമാണ്, പ്രിലിംസ്, മെയിൻസ്. മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. പ്രിലിംസിന് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് 30, ന്യൂമറിക്കൽ എബിലിറ്റി 35, റീസണിങ് 35 എന്നുള്ളത്. 35 മാത്സ് റീസണിങ്ങും ഇംഗ്ലീഷ് 30 എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് തന്നെയാണ്. ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇതാണ്. ഇതിലേക്ക് മെയിൻസിലേക്ക് നോക്കാം എന്താണ് മാറ്റം. നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് പോകാം. പ്രിലിംസ് ജയിച്ചാൽ ഓർക്കുക, IBPSന് സെഷൻ വൈസും ഉണ്ട്, ടോട്ടലും ഉണ്ട്. SBIക്ക് അങ്ങനെയില്ല. സെഷൻ വൈസ് നിങ്ങൾ കടക്കണമെന്നില്ല, ടോട്ടൽ മാർക്ക് കടന്നാൽ മതി. എന്നാൽ IBPSന് സെഷൻ വൈസും കിടക്കണം, ടോട്ടലും കിടക്കണം. അങ്ങനെ പ്രിലിംസ് പാസ്സായ നിങ്ങൾ അടുത്ത് ചെല്ലുന്നത് മെയിൻസിലേക്കാണ്. ഇതാണ് ആ മെയിൻസിൻ്റെ സ്ട്രക്ചർ ഇപ്രാവശ്യത്തേത്. ഫിനാൻഷ്യൽ അവെയർനെസ് 40 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 20 മിനിറ്റാണ് അതിനുള്ളത്. ജനറൽ ഇംഗ്ലീഷ് 40, അതിന് 35 മിനിറ്റാണ്. റീസണിങ് എബിലിറ്റി 40 ക്വസ്റ്റ്യൻസ് 60 ആണ്. അതിന് വെയിറ്റേജ് കൂടുതലാണ്, 35 മിനിറ്റ്സ്. QA 40 ഉണ്ട്, 50, 35 മിനിറ്റ്സ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം 35 ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു QA, മാർക്ക് സെയിം ആണ്. സോ കഴിഞ്ഞ വർഷം 155 ക്വസ്റ്റ്യനിൽ നിന്ന് 200 മാർക്കായിരുന്നു. ഇവിടെ എന്താണ് വ്യത്യാസം? കഴിഞ്ഞ വർഷം വരെ 2 മണിക്കൂറായിരുന്നു എക്സാമെങ്കിൽ ഈ വർഷം 5 മിനിറ്റ് കൂട്ടിയിട്ടുണ്ട്. അതെവിടെയായിരുന്നു ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം വരെ QAക്ക് 30 മിനിറ്റ്സ് ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് 35 മിനിറ്റ്സിലേക്ക് വന്നു. ഇതാണ് മാറ്റങ്ങളിലേക്ക് വന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് IPS ക്ലർക്ക് നടത്തിയൊരു ചേഞ്ച് ഉണ്ട്. സെക്ഷൻ എയും സെക്ഷൻ ബിയുമായി ഉള്ളത്. ആ ഓരോ ഇതിനും സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 2 മാർക്കിനും സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1 മാർക്കും അങ്ങനെയാക്കി തിരിച്ചായിരുന്നു. ഉദാഹരണം GK ആണെങ്കിൽ തന്നെ 40 ക്വസ്റ്റ്യനിൽ 20 എണ്ണം 10 എണ്ണം 2 മാർക്കിനും ബാക്കിയുള്ളതുമാണ്. സോ 20 + 30 50 മാർക്ക് അങ്ങനെയാണ്. റീസണിങ് 40 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 എണ്ണം 2 മാർക്കിനാണ്. പിന്നെ ബാക്കിയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ റീസണിങ്ങിൻ്റെ ഇതായി. മാത്സ് ആയിരുന്നെങ്കിൽ 15 എണ്ണം 2 മാർക്കിനാണ്. റീസണിങ് 20 എണ്ണം 2 മാർക്ക്, 20 1 മാർക്കിനും. അങ്ങനെയാണ് 60 മാർക്കിലേക്ക് വന്നത്. അപ്പോൾ വെയിറ്റേജ് അല്ല, ഓരോന്നും ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ IPS വീണ്ടും നോട്ടിഫിക്കേഷൻ ഇടുമായിരിക്കും. ഈ പ്രാവശ്യം ഈ നോട്ടിഫിക്കേഷനിൽ അവർ പറയില്ലേലും അവർ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. അപ്പോൾ അത് ഓർക്കുക, ഇവിടെ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കിട്ടും. എന്നാൽ ഇംഗ്ലീഷിന് അങ്ങനെയില്ല, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് തന്നെയാണ്. എന്നാൽ ബാക്കി ഓരോന്നിനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. GK 10 എണ്ണം വരാം 2 മാർക്കിന്, റീസണിങ് 20 എണ്ണം വരാം 2 മാർക്കിന്. ഈ പ്രാവശ്യം തൊട്ട് മാത്സ് 20 എണ്ണം 2 മാർക്കിന് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾക്കത് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അറ്റംപ്റ്റ് കുറവാണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കൂടാനുള്ള ചാൻസ് കിട്ടും. ഇതാണ് മെയിൻസിന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ മെയിൻസ് പാസ്സായാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അവിടെ പിന്നെ നിങ്ങൾക്കൊരു ലോക്കൽ പ്രൊവിഷ്യൻസി ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ്, നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്തെങ്കിൽ മലയാളം നിങ്ങൾ പഠിച്ചിരിക്കണം 10ാം ക്ലാസ് വരെ. ഇല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാകും. അത് ഒരിക്കലും അതിൻ്റെ മാർക്ക് കൂട്ടില്ല. ഇതാണ് പാസ്സാണ്. നിങ്ങളത് പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടൂ. അതുകൊണ്ട് അതോർക്കുക. നിങ്ങളിത് ജയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാറായില്ല. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും കൂടെ പാസ്സാകണം. സോ ഇങ്ങനെ 2 ഇതിൽ കൂടാണ് നിങ്ങൾക്ക് IPS ക്ലർക്കിലേക്ക് പോകുന്നത്. ഇതാണ് ഈ വർഷത്തെ IPS ക്ലർക്ക് മെയിൻസിൻ്റെ പാറ്റേൺ. ചേഞ്ചസ് വന്നിരിക്കുന്നത് മാത്സിന് 5 മാർക്ക് കൂടി, 5 ക്വസ്റ്റ്യൻ കൂടി, 5 മിനിറ്റും കൂടി. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. വേക്കൻസി എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പലർക്കും പ്രശ്നം ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. IPS അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ആ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻ്റ് ആയിരിക്കണം. ഇനിയേ കാൻഡിഡേറ്റ്സ് ഹാസ് ടു ഓപ്റ്റ് ഫോർ 1 ലാംഗ്വേജ്. നിങ്ങൾക്ക് കേരളവും തമിഴ്നാടും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും സ്റ്റേറ്റും ഒരെണ്ണം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനകത്ത്. സോ ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത് 10th സ്റ്റാൻഡേർഡ് ഓർ എബോവ് മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണം മലയാളമാണെങ്കിൽ CBSEയിലുള്ള പലർക്കും മലയാളം അറിയില്ല. അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിക്കാത്തത് കൊണ്ട് അവർക്ക്
ആ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് അപ്പിയർ ചെയ്യേണ്ടി വരും. തമിഴ്നാടാണെങ്കിലും അതേപോലെ അതിലേക്ക്. ഇനി നമുക്ക് നോക്കാം, ഇത് ജസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ്. എപ്പോഴാണ് ഇത് നടത്തുന്നത്? ആഫ്റ്റർ ക്വാളിഫൈങ് ദ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ. പലരും അപ്ലൈ ചെയ്യുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്, സാറേ എനിക്കതറിയില്ല, ഇതറിയത്തില്ല, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ലേ. എടോ, ഇതൊക്കെ എപ്പോഴും നിങ്ങൾ മെയിൻസ് പാസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ. മെയിൻസ് പാസ്സാകാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? മെയിൻസ് പാസ്സായി, നിങ്ങൾക്കറിയാം മെയിൻസ് എഴുതി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചുകൊള്ളുക. നിങ്ങൾ ടെസ്റ്റ് റിസൾട്ട് വന്നാലും നിങ്ങൾക്ക് പിന്നെയും പഠിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇനിയും നോക്കുക, ഇത് നടത്തുന്ന ആര്? ഇറ്റ് ഈസ് സെലക്ഷൻ പ്രോസസ് ഡൺ ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി ഓർ ബൈ ദ ബാങ്ക്. ഇനി ഈ മാർക്സ് എങ്ങനെയാണ്? ബേസ്ഡ് ഇൻ ക്വാളിഫയിങ് നേച്ചർ. ഇതൊരിക്കലും നിങ്ങളുടെ മാർക്കിലേക്ക് കൂട്ടില്ല, പക്ഷേ അത് ക്വാളിഫൈ ചെയ്യണം. ഇനി ഈ ടെസ്റ്റ് ഫെയിലായാൽ എന്ത് സംഭവിക്കും? കാൻഡിഡേറ്റ്സ് യു ഫെയിൽ ടു ക്വാളിഫൈ ദി ടെസ്റ്റ് വിൽ നോട്ട് ബി ഒഫേർഡ് അപ്പോയിൻമെൻറ്റ് ആൻഡ് വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫ്രം ദ പ്രോസസ്. നിങ്ങൾ ഈ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ജോലി വെറുതെ ആവും, അടുത്ത ആളത് മേടിച്ചുകൊണ്ട് പോകും. എത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാം ഇതിനകത്ത് ഉണ്ട്. നമുക്ക് അടുത്തത് നോക്കാം, എന്താണ് വേക്കൻസി. അപ്പോൾ നമുക്കിനി വേക്കൻസിയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏവർക്കും പ്രതീക്ഷയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. കേരളത്തിൻ്റെ വേക്കൻസി ഞാൻ പറഞ്ഞു, IPS ക്ലർക്ക് സ്റ്റേറ്റ് വൈസ് ആണ്. ഇതാണ് കേരളത്തിൻ്റെ വേക്കൻസി. ഓരോ ഇതിലും ബാങ്ക്, ഇതാണ് ടോട്ടൽ ഈ കാണുന്നത്. ബാങ്ക് ഓഫ് ബറോഡ 35, നിങ്ങളുടെ കാറ്റഗറി നോക്കിക്കൊള്ളുക. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 20, കാനറ ബാങ്ക് 5 മാത്രമേ ഉള്ളൂ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ പോകുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ കേരളം ഇപ്രാവശ്യം നമ്മളെ നിരാശപ്പെടുത്തി കളയും. 108 വേക്കൻസി മാത്രമാണ് കേരളത്തിലേക്ക് ഉള്ളത്. കേരളം കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു ബാങ്കിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല. അത് നമുക്ക് വലിയൊരു ക്ഷീണം തന്നെയാണ്. നമുക്ക് നോക്കാം, ഇതാണ് നിങ്ങളതിൻ്റെ PDF നോക്കിയാൽ എന്താണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതെന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലേക്ക് ഇതാണ് കർണാടകയുടെ സ്ഥിതി. നോക്കിക്കേ, കേരളം 108 വന്നപ്പോൾ കർണാടക 1414 വന്നു. അതിൻ്റെ കാരണം ഇത് മാത്രമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കാനറ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ കർണാടകയാണ്. അതുകൊണ്ട് അത് തന്നെ അവിടെ 800 വേക്കൻസിയോളം തന്നിട്ടുണ്ട്. ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് 234 ആൻഡ് 180 ബൈ ബാങ്ക് ഓഫ് ബറോഡ. ഇതാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. തമിഴ്നാടൊന്ന് ചെക്ക് ചെയ്യാം. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ തമിഴ്നാടിൻ്റെ ടോട്ടൽ അവസ്ഥ എന്താ? 675 വേക്കൻസി ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ തമിഴ്നാടാണ്. സോ ഒബ്വിയസ്ലി അവിടെ കൂടുതൽ ചാൻസ് വരും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ കേരളത്തിൽ 108 വേക്കൻസിയും കർണാടകയിൽ 1400 സംതിങ്ങും തമിഴ്നാട്ടിൽ 600 ഇഷ്ടം വേക്കൻസിയാണ്. എവിടെ വെക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏതാണോ ഇതിനനുസരിച്ച് അതിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൊവിഷ്യൻ്റ് ആവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാവുന്നുള്ള ഇതിലേക്ക് വേണം. കേരളത്തിൽ നല്ല മത്സരം നടക്കും, നല്ല പൊരുതി നിൽക്കുന്നവർക്കും മാത്രമായിരിക്കും, ഹൈ കട്ട് ഓഫ് ആയിരിക്കും എന്ന് ഇപ്പം തന്നെ പറയാം. സോ ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. ഇനിയും ഇതെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ വേക്കൻസി നോക്കിയിട്ട് പ്രൊവിഷണൽ ലിസ്റ്റ് ഇടും. മെയിൻസ് കൂടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 30% വേക്കൻസി മനസ്സിൽ വെച്ചിട്ട് അവർ റിസർവ് ലിസ്റ്റ് കിട്ടും. ആ റിസർവ് ലിസ്റ്റിന് 1 വർഷമായിരിക്കും കാലാവധി. അതിൽ നിന്ന് പതുക്കെ വേക്കൻസി ഉള്ളത് അവർ വിളിക്കും. പലരും ഇത് ജോയിൻ ചെയ്യില്ല, വേറെ പലതും കിട്ടുന്നുണ്ട്. അപ്പോൾ റിസർവ് ലിസ്റ്റിലുള്ളവരെ ആയിരിക്കും വിളിക്കുന്നത്. അതിന് 1 വർഷമായിരിക്കും കാലാവധി. 1 വർഷം വരെ നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ പിന്നെ വിളിക്കില്ലെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട IPS ക്ലർക്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി എന്തെങ്കിലും മാറ്റങ്ങളോ ഈ പ്രാവശ്യം സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിലോ, സെക്ഷൻ Aയും Bയും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോയുമായിട്ട് വരും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടോ എൻ്റെ നമ്പറിലോ അത് കുറിക്കുക. പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ IPS ക്ലർക്ക് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഞാനും കൂടെയുണ്ട്. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.